ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു നെക്ലസ് വിത്ത് ഇയറിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള മോൾഡൊക്കെ ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ മോൾഡിൽ നമുക്ക് ക്ലേ നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഇതുപോലെ മോൾഡിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മോൾഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓയിൽ വെച്ചിട്ട് മോൾഡൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ക്ലേ ഇതുപോലെ ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ മോൾഡിൽ ഒട്ടിപ്പിടിക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഇംപ്രഷൻസും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലുള്ള ഇയറിങ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കാം. എത്ര നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നോ അത്ര നല്ല ഇംപ്രഷൻസ് വരും. ഇനി അതിൻ്റെ ഇയറിങ്സ് സ്റ്റഡിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീക്കോക്കിൻ്റെ ഡിസൈനാണ് സ്റ്റഡിന് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെയിം ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇതിൻ്റെ എക്സസ് ക്ലേ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതിന് സൈഡിൽ ഇതുപോലെ കുറച്ച് എക്സസ് ക്ലേ ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഹാങ്ങിങ് മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 പിന്ന് ഐ പിന്ന് ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഐ പിന്ന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പെൻഡൻറ്റ് റെഡിയാക്കാം. പെൻഡൻറ്റ് നേരത്തെ ഇയറിങ്സിൻ്റെ അതേപോലത്തെ മോൾഡ് കുറച്ചും കൂടി വലുതാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ഇത്തിരി ഓയിൽ ഇട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം ഡേ ലൈറ്റിൽ 3 ദിവസം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഫയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്.
ഫസ്റ്റ് അക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളർ കോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ബീഡ്സിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എല്ലാം ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിൽ വേണമെങ്കിൽ ഗോൾഡ് മാത്രം അപ്ലൈ ചെയ്താലും മതി. അധികം ഇംപ്രഷൻസ് ഒന്നും ബാക്കിൽ ഇല്ലാത്തത് കൊണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കാം. പക്ഷെ ബ്ലാക്ക് യൂസ് ചെയ്താലാണ് ഗോൾഡ് കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്രിലിക്കിൻ്റെ ഗോൾഡും പിന്നെ അതിൻ്റെ തന്നെ പൗഡർ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് കളറാക്കി കൊടുത്താൽ മതി. ബ്രഷിൽ അധികം പെയിൻറ്റ് വരാതെ നോക്കുക. ലൈറ്റായിട്ട് എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഐഡിയയിൽ ആ ബ്ലാക്ക് കളർ അതുപോലെ തന്നെ കാണണം, എന്നാലേ ഇങ്ങനെ ഇംപ്രഷൻസ് ഇങ്ങനെ എടുത്തറിയാൻ പറ്റത്തുള്ളൂ.
ഞാൻ അക്രിലിക്കിൻ്റെ ഗ്രീനും മെറൂൺ കളറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഇതുപോലെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. താഴത്തെ ഡോട്ട്സിലും പിന്നെ ലീഫ് പോലെയുണ്ട് നടുക്ക്, അതിനകത്തൊക്കെ ഇങ്ങനെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് കുറച്ച് ബാക്കി സ്ഥലത്ത് കുറച്ച് റെഡ് ഡോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ബീഡ്സിലും കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. വാർണിഷ് ഒരു 2 കോട്ട് വാർണിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കളർ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാൻ പറ്റും. വാർണിഷ് അപ്ലൈ ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത്താണ്, അതുകൊണ്ട് വാർണിഷിൻ്റെ വീഡിയോ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1 കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ ഞാൻ ലോറിയൽ ബീഡ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഐപ്പിനും ഇതുപോലെ തുറന്നിട്ട് രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 3 ലോറിയൽ ബീഡ്സ് വീതം ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണേണ്.
ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് നമുക്കൊരു സെറ്റ് സാരിയുടെ ഒപ്പം അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് പട്ട് സാരിയുടെ ഒക്കെ ഒപ്പം അല്ലെങ്കിൽ ചുരിദാറിൻ്റെയൊക്കെ ഒപ്പമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.